പടം ഒരു രക്ഷയില്ല. ബേബി ഗേൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കണ്ടോ. ഇത് സൂപ്പർ സസ്പെൻസ് പടമാണ്. അതായത് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേര് സെറ്റ് ഇത് കാണണം തീർച്ചയായിട്ടും. കാരണം ബാംഗ്ലൂർ പോലത്തെ നഗരങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഇത് കാണണം. പ്രായപൂർത്തിയാകാത്ത ഒരുപാട് പെൺകുട്ടികൾ എങ്ങനെയാണ് ഗർഭിണികളാകുന്നത്, അത് എങ്ങനെ സംഭവിക്കുന്നു, അവരുടെ തെറ്റാണോ എന്ന് പരിശോധിച്ച് നോക്കുക. ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിലെ യുവത്വങ്ങൾ വന്ന് സിനിമ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക. അത്ര നല്ല സിനിമയാണ്. നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ ഇനി ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് തോന്നാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിവിൻ പോളി എന്ന് പറയുന്ന നടൻ നമ്മളുടെ ലാലേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു നടൻ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു വേറെ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും നല്ല പെർഫോമറാണ്, അത്ര നല്ല ഗംഭീര ആക്ടറാണ്. നമുക്കറിയാം ട്രാഫിക് പോലത്തെ മികച്ച സിനിമയുടെ റൈറ്ററാണ് ഈ സിനിമ റൈറ്റ് ചെയ്തേക്കുന്നത്. ഇനി യുവത്വങ്ങൾ ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് ഇനിയെങ്കിലും ബാംഗ്ലൂർ പോലത്തെ നഗരങ്ങളിൽ പോകുമ്പോൾ അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ. അത് എങ്ങനെ പറ്റുന്നു എന്നുള്ള യുവാക്കളും യുവതികളും കാണുക ഈ സിനിമ. കാരണം അങ്ങനെയാണ് ഈ നാടിനെതിരെ ഇങ്ങനെ സംഭവിക്കുന്നത്. നാട്ടിലെ മക്കളെ വിട്ട് പഠിപ്പിക്കുന്ന അച്ഛനമ്മമാരും ഇതൊന്ന് കാണുക, ഈ സിനിമ ഒന്ന് കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഭാവി ഓർത്തിട്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുക. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല അടിപൊളി പടം, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല സ്ക്രിപ്റ്റ്, നല്ല അഭിനയം, എല്ലാം ഡയറക്ഷൻ അടിപൊളി, എല്ലാം നല്ല മികച്ച ഗംഭീര അടിപൊളി ഒരു പടമാണ്. പടം ഗംഭീര ത്രില്ലിംഗ് ആണ്. ഈ പടം ഇവര് പ്രൊമോട്ട് ചെയ്ത് തന്നെ ട്രാഫിക്കിന്റെ മേക്കേഴ്സ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ മാജിക് ഫ്രെയിംസിന്റെ ഫസ്റ്റ് ഫിലിം ട്രാഫിക് നമുക്കറിയാം, ഇത് മലയാള സിനിമയിൽ ഇതുവരെയുള്ള ഒരു സിനിമയുടെ ഒരു ഗ്രാമർ തന്നെ തെറ്റിച്ചെടുത്ത ഒരു സിനിമയാണ് ട്രാഫിക്. ആ ഒരു ലെവലിൽ തന്നെ തുടക്കം മുതൽ ഇതുവരെ ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയിട്ട് സസ്പെൻസ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സാംസിയസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാനില്ല, ഗംഭീരമായ. അതായത് ഇന്റർവെൽ ആയത് നമ്മൾ അറിഞ്ഞില്ല. ഫസ്റ്റ് 1 hour മാത്രമേ ആ ഒരു ഫസ്റ്റ് ഹാഫ് വരുന്നുള്ളൂ. വളരെ ചെറിയ ടൈം ലൈനാണ്. അതിനകത്ത് വേറെ പരിപാടി ഡൈവേർട്ട് ചെയ്ത ഒന്നുമില്ല. ആ അന്വേഷണം അത് കൂടുതൽ അതിൽ കഥയിലെ ഡീറ്റെയിലിംഗിലേക്ക് പോകാൻ പറ്റില്ല, സ്പോയിലർ ആയി പോകും. എന്നാലും കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നമുക്ക് ഇത് നിവിൻ പോളിയാണ് ഹീറോ എന്നറിയാം, പക്ഷേ നിവിൻ പോളിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഹീറോയിസോ ഒന്നും അല്ല പരിപാടി. കഥയാണ് ഇതിനകത്ത് മെയിൻ. ഗംഭീരമായ എഴുത്താണ്. അതെ 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 അതെ. സാധാരണ നമ്മളൊരു ഫാമിലി കോമഡി ജോണർ അല്ല, ഇതൊരു ത്രില്ലർ. ബോബി സഞ്ജയ് എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം ട്രാഫിക്, അതുപോലെ തന്നെ മുംബൈ പോലീസ്, അതുപോലെ ഒരു സെക്കൻഡ് പോലും കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എഴുത്താണ്. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള എഴുത്താണ് അത്. പിന്നെ അഭിമന്യു തിലക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് റോളില്. പിന്നെ എല്ലാവരും അഭിനയിച്ച എല്ലാവരും, ഇപ്പൊ ലിജോ മോള്, സംഗീത്, വലിയൊരു കാസ്റ്റ് ഉണ്ട്. എല്ലാവരുടെയും ബെസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. ഡയറക്ടർ ആദ്യ പടവും ഗരുഡൻ എന്നുള്ള പടം, അതും ഇതുപോലെ തന്നെ പോലീസ് സ്റ്റോറി ത്രില്ലിംഗ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ നല്ല മേക്കിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. അപ്പോൾ ഫാമിലി കോമഡി എന്ന് മാറിയിട്ട് ഇതിനകത്ത് നീമ്പോളി ഒരു ത്രില്ലർ ജോണറിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിലും ഗംഭീര കൈയടക്കത്തോടെ ആ റോള്, കുറച്ചൊരു ഏജ്ഡ് ആയിട്ട് ഗ്രേ ഹെയർ ഒക്കെ ആയിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. ആ ലുക്കിനും അഭിനയത്തിലുള്ള ആ ഒരു മാറ്റിപ്പെടുത്തവും സിനിമയുടെ എൻജോയ്മെന്റിനെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇതിലെ ഈ കഥയാണ് ഇതിലെ മെയിൻ ഹീറോ. അപ്പോൾ ആ ഒരു സീറ്റഡ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ത്രില്ലർ സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നിവിന്റെ വക അടുത്തൊരു ഗംഭീര ഹിറ്റ് ആയിരിക്കും ഈ സിനിമ എന്നെ പ്രതീക്ഷ. ആ BGM ആണ് നല്ല രീതിയിൽ മീറ്റർ കയറ്റിനടുത്ത് കയറ്റിട്ടുണ്ട്. ഇന്റർവെല്ലൊന്നും ആവണം നമ്മൾ അറിയില്ല. അതുപോലെ ത്രില്ലിങ് ഒരു സീറ്റ് ആയിട്ട് ത്രില്ലിംഗ് ഇല്ലേ എന്നാൽ വല്ലാണ്ട് അങ്ങോട്ട് ഒരു നല്ല മീറ്ററിൽ കൊണ്ടുവരും. നിവിൻ പോളി നല്ല കൈയിടക്കത്തോട് കൂടി കിട്ടിയ കഥാപാത്രം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് വലിയ ഒരു താരപരിവേഷമുള്ള ക്യാരക്ടർ നല്ല രീതിയിൽ ആൾ ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ എല്ലാവരും സൂപ്പർ ആയിട്ട്. അഭിമന്യു ഗംഭീരമായിട്ട് ഒരു പോലീസ് കഥാപാത്രം ആൾ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് പടത്തിന്റെ മ്യൂസിക് ആണ്. നല്ല വാല്യൂ ഉള്ള, നല്ല കോണ്ടന്റ് ഉള്ള, നല്ല BGM, ത്രില്ലിംഗ് പടം.